എല്ലാ കൂട്ടുകാർക്കും BRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ഇക്കായി GA ജീഫർ എന്ന ഇക്കായിൽ പഠിക്കാൻ വെച്ചിരിക്കുന്ന കഥയാണ്. കഥയുടെ പേര് ചട്പട്ട് നട്കട്ട്. ചട്പട്ട് നട്കട്ട് എന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഹാനിക്കാർ കാ നാം ഹെ രമേശ് ഉപാധ്യായ്. കഥ എഴുതിയ ആളിൻ്റെ പേര് രമേശ് ഉപാധ്യായ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഈ കഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം കിട്ടി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഥയുടെ പേര് ചട്പട്ട് നട്കട്ട്. രമേശ് ഉപാധ്യായ്. ഏകദാ ചട്പട്ട് ഏകദാ നട്കട്ട്. അപ്പം ഒരിടത്ത് ചട്പട്ട് നട്പട്ട് എന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കഥാപാത്രങ്ങളുടെ പേരാണ് ചട്പട്ട് നട്കട്ട്. ചട്പട്ട് ചട്പട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ് ചട്പട്ട് വളരെ പെട്ടെന്ന്, നട്കട്ട് വികൃതി എന്നാണ് അർത്ഥം. ചട്പട്ട് ഏകദാ ചട്പട്ട്. ചട്പട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി കാണുന്നു. വേർഡ് മീനിങ് ചട്പട്ട് ധൃതി, പെട്ടെന്ന് എന്നൊക്കെയാണ് പറയുന്നത്. നട്കട്ട് നട്കട്ടെങ്കിൽ വികൃതി. ഏകദാ ചട്പട്ട് ഏകദാ നട്കട്ട്. ഒരു ചട്പട്ട് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു നട്കട്ടും ഉണ്ടായിരുന്നു. ചട്പട്ട് ബഡാദ. ചട്പട്ട് മൂത്തവനായിരുന്നു. നട്കട്ട് ചോട്ടാദ. നട്കട്ട് ചെറിയവനായിരുന്നു. ബഡാ കേവൽ 2 സാൽ ബഡാദ. അപ്പം മൂത്തവൻ കേവലം 2 വയസ്സിന് മൂത്തതാണ്. അതായത് ചട്പട്ട് 2 വയസ്സിന് മൂത്തതാണ്. ചോട്ട കേവൽ 2 സാൽ ചോട്ട. അപ്പം ചെറിയവൻ 2 വയസ്സിന് ഇളയവനായിരുന്നു. ചോട്ട ചെറുത്. ദോനും സ്കൂൾ മേം പഠിത്തത്. രണ്ടുപേരും സ്കൂളിലാണ് പഠിക്കുന്നത്. ചട്പട്ട് പാഞ്ചുവി മേം. അപ്പോൾ നമ്മുടെ ചട്പട്ട് മൂത്തവൻ 5ാം ക്ലാസ്സിലെ പാഞ്ചുവി മേം. പാഞ്ചുവിയും 5ാം ക്ലാസ്. നട്കട്ട് തീസരി മേം. നമ്മുടെ നട്കട്ട് ഇളയവൻ 3ാം ക്ലാസ്സിൽ. അപ്പം ഒരിടത്ത് ഒരു നട്കട്ടും ചട്കട്ടും ഉണ്ടായിരുന്നു. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ മൂത്തവൻ ചട്പട്ട് 5ാം ക്ലാസ്സിലും നട്കട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. രണ്ടുപേരും 2 വയസ്സിന്, ഒരാൾ 2 വയസ്സിന് മൂത്തത്, ഒരാൾ 2 വയസ്സിന് ഇളയത്. അതാണ് പറഞ്ഞത്. घर से दोनों भाई साथ साथ स्कूൾ जाते और साथ साथ ही वापस घर जाते. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ട് സഹോദരങ്ങളും ഒരുമിച്ചാണ് പോകുന്നത്. അതേപോലെ ഒരുമിച്ചാണ് സ്കൂളിൽ നിന്ന് തിരികെ വരുന്നത്. വേ ഏക് ഗാവ് മേം രഹത്തേത്. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഗാവ് ഗ്രാമം. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹിം. എന്നാൽ സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല, ദൂസരി ഗാവുമേം ദാങ്. ദൂരെ വേറൊരു ഗ്രാമത്തിലായിരുന്നു. വഹം തക്ക് പൈതൽ ജാന പഠിത്താത. അവിടെ അവരെങ്ങനെയാണ് പോയത്? പൈതൽ ജാന കാൽനടയായി നടന്നാണ് പോകുന്നത്. പഠിത്താത ഓർ പൈതൽ ഹി വാപ്പസ് ആന പഠിത്താത. സ്കൂളിൽ പോകുന്നതും നടന്നാണ്, തിരിച്ചു വരുന്നതും നടന്നാണ്. ജാത്തെ സമയ രാസ്തേമേം ഉനേം കൈ ചീസേ മിൽത്തി തി. അപ്പോൾ പോകുന്ന വഴിയിൽ, സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ അവർ പല വസ്തുക്കളും കണ്ടിരുന്നു. അതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോക്കർ. പോക്കർ എന്ന് പറഞ്ഞാൽ താലാബ്. ചെറിയ കുളത്തിനാണ് നമ്മൾ താലാബ്, പോക്കർ എന്ന് പറയുന്നത്. ബർഗത്ത്. ബർഗത്ത് എന്ന് പറഞ്ഞാൽ ബനിയൻ ട്രീ, ആൽമരം. ഗേത്ത്. ഗേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. ബാഗ്. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ. നാല ചെറിയ ഓടകൾ. ഓർ നദി. പിന്നെ എന്താണ്? നദി കണ്ടിരുന്നു. അപ്പോൾ അവർ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? പോക്കർ, ബർഗത്ത്, ഗേത്ത്, ബാഗ്, നാല ഓർ നദി. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സ്കൂളിലോട്ട് പോകുന്നത്. വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ മുനെ കൈ ചീസേ മിൽത്തി തി. അതേപോലെ തിരിച്ചു വരുമ്പോൾ വാപ്പസ് തിരികെ. വാപ്പസ് ആനെ പർ. അപ്പം തിരികെ വരുമ്പോഴും രാസ്തേമേം. രാസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി. രാസ്തേമേം ഉനെ കൈ ചീസേ മിൽത്തി തി. അപ്പം തിരികെ വരുമ്പോഴും അവർ പല വസ്തുക്കളും കണ്ടിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും കണ്ടിരുന്നു, അതേപോലെ തിരിച്ചു വരുമ്പോഴും. നദി, നാല, ബാഗ്, ഗേത്ത്, ബർഗത്ത് ഓർ പോക്കർ. അപ്പം തിരികെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. നദി, അത് നദി കാണുന്നു. പിന്നെ നാല, ഓട കാണുന്നു, ചെറിയ വെള്ളം പോകാനുള്ള ഓട. ബാഗ്, തോട്ടം കാണുന്നു. പിന്നെ എന്താണ്? ഗേത്ത്, വയൽ. പിന്നെ പോക്കർ, താലാബ്, കുളം, അതൊക്കെ കാണുമായിരുന്നു. ചട്ടുപട്ട് തേസ് ചലത്താത. ഇനി മൂത്തവൻ ചട്ടുപട്ട് വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. തേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്.
ചട്ടുപ്പട്ട് തേസ് ചവിട്ടാതെ. അപ്പം നമ്മുടെ ചട്ടുപ്പട്ട് അവൻ എങ്ങനെയാണ്, മൂത്തവൻ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. നട്ടുക്കെട്ട് ധീരെ ധീരെ, നട്ടുക്കെട്ട് പതിയെ പതിയെ. ചട്ടുപ്പട്ട് ബർഗത്ത് തക്ക് പഹുഞ്ച് ജാത്ത. ഇനി നമ്മുടെ ചട്ടുപ്പട്ട് മൂത്തവൻ ചട്ടുപ്പട്ട് ബർഗത്ത് തക്ക് പഹുഞ്ച് ജാത്ത. ആൽമരം വരെ എത്തിച്ചേരുമ്പോഴത്തേക്ക് തബ് തക്ക് നട്ടുക്കെട്ട് പോക്കർ തക്ക് ഹി പഹുഞ്ച ഹോത്ത. ആ സമയത്ത് നമ്മുടെ നട്ടുക്കെട്ട് എന്താണ്, ആ താലാബ് വരെ എത്തിച്ചേർന്നേ കാണുള്ളൂ. അതായത് അവൻ പതുക്കെ പതുക്കെയാണ് നടക്കുന്നത്, മൂത്തവൻ വളരെ പെട്ടെന്ന്. അപ്പം മൂത്തവൻ ആൽമരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഇളയവൻ എവിടെയായിരിക്കും, പോക്കർ തക്ക്, അതായത് ചെറിയ കുളം വരെ, താലാബ് വരെ. ചട്ടുപ്പട്ട് ഭാഗത്തൊക്കെ പഹുഞ്ചാത്ത. ഇനി നമ്മുടെ ചട്ടുപ്പട്ട് മൂത്തവൻ തോട്ടം വരെ എത്തുമ്പോഴത്തേക്ക് തബ് തക്ക് നട്ടുക്കെട്ട് ഗേത്ത് തക്ക് ഹി പഹുഞ്ചാ ഹോത്ത. അപ്പം ആ സമയത്ത് അവൻ വയൽ വരെ എത്തിച്ചേരും. ചട്ടുപ്പട്ട് നദി തക്ക് പഹുഞ്ചാത്ത. ഇനി നമ്മുടെ ചട്ടുപ്പട്ട് നദി വരെ എത്തിച്ചേരുമ്പോഴത്തേക്ക് തബ് തക്ക് നട്ടുക്കെട്ട് നാലേ തക്ക് ഹി പഹുഞ്ചാ ഹോത്ത. അപ്പം അവൻ ആ ഓട വരെ, നാലേ വരെ എത്തിച്ചേരും. മാക്കി ഹിദായത്ത് ദി കി ചട്ടുപ്പട്ട് കോ ചോട്ടാ ഭായി ക ധ്യാൻ രഖന ഹെ. അപ്പം അമ്മ പറയുന്ന ഇതാണ്, ചട്ടുപ്പട്ട് എന്ത് ചെയ്യണം, ചെറിയ സഹോദരൻ നട്ടുക്കെട്ടിനെ ശ്രദ്ധിക്കണം. പോകുന്ന വഴിയും അതേപോലെ തിരികെ വരുന്ന വഴിയൊക്കെ നട്ടുക്കെട്ടിനെ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് അമ്മ അവരടുത്ത് പറയുന്നത്. നട്ടുക്കെട്ടുക്കോ അപ്പനെ സാത്ത് ഹി രഖന ഹെ. അത് മാത്രമല്ല, നട്ട്കട്ടിനെ എപ്പോഴും കൂടെ കൂട്ടണം, അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇതാണ് അമ്മ പറയുന്നത്. इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ा. അത് കാരണം എന്ത് ചെയ്തു നമ്മുടെ ചട്ടുപ്പട്ടിന്, ഇസ്ലിയെ ഇതുകൊണ്ട് ചട്ടുപ്പട്ടിന് ആകെ നിക്കൽ ജാനെ പർ, ആകെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോഴും അവന് എന്ത് ചെയ്യേണ്ടി വന്നു, പീച്ചെ മുടുക്കർ തിരിഞ്ഞു നോക്കുക, പീച്ചെ പുറകെ, മുടുക്കർ തിരിഞ്ഞ് നോക്കുക, ദേഖന പഠിത്താതെ. അപ്പം അമ്മയുടെ ഈ വാക്കുകൾ അവന് ഓർമ്മയുണ്ട്. അമ്മ ഇങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്, പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അനിയനെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീഡിൽ നടക്കുന്ന ചട്പട്ടിന് മുന്നോട്ട് പോകുമ്പോഴും അവന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നു. ഉന്നെ നട്ടുക്കെട്ട് കോ പുകാർ കർ ജൽദി ചലനെ കേലിയെ കഹന പട. അപ്പം എപ്പോഴും പറയുന്ന സ്പീഡിൽ നടക്കുക എന്ന് നട്ട്കെട്ടിൻ്റെ അടുത്ത് നമ്മുടെ ചട്പട്ടിന് പറയേണ്ടി വരും. ബാർ ബാർ രുക്ക് കർ നട്ട്കെട്ട് കാ ഇന്തസാർ കർണ പടുത്താത. ബാർ ബാർ വീണ്ടും ബാർ ബാർ രുക്ക് കർ നിന്നിട്ട് നട്ട്കെട്ട് കാ ഇന്തസാർ കർണ പടുത്ത. അപ്പം എന്താണ്, സ്പീഡിൽ നടക്കുന്നവൻ വീണ്ടും ആ നട്ട്കെട്ടിനെ വിളിച്ചിട്ട് അവിടെ ഇവിടെ നിൽക്കേണ്ടി വരും. പ്രതീക്ഷ കർണ, ഇന്തസാർ കർണ പടുത്താത. ഇന്തസാർ കർണ പ്രതീക്ഷിക്കേണ്ടി വരും. നട്ട്കെട്ട് പതിയെയാണല്ലോ നടക്കുന്നത്. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി देखकर नटखट का हाथ पकड़कर अपने साथ दौड़ना भी पड़ता. ഇനി ചിലപ്പോഴൊക്കെ എന്താണ്, അവൻ പതുക്കെ നടക്കുന്നത് കാരണം സ്കൂളിൽ താമസിച്ചാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ കൈയും പിടിച്ച് സ്പീഡിൽ നടക്കേണ്ടി വരും ചട്പട്ടിന്. കബി സ്കൂൾ ജാനെ കേലിയെ, ഇനി എപ്പോഴും സ്കൂളിൽ പോകാൻ ദേരി ഹോത്തി താമസിക്കുകയാണെങ്കിൽ നട്ട്കട്ട് കാ ഹാത്ത് പക്കടുക്കർ, നട്ട്കട്ടിൻ്റെ കയ്യിൽ പിടിച്ച് ഹാത്ത് പക്കടുക്കർ പിടിച്ചിട്ട് അപ്പനെ സാത്ത് ദൗഡിന ഭി പടുത്താത, അവൻ്റെ കൂടെ ചട്പട്ടിൻ്റെ കൂടെ ഓടേണ്ടി വരും. അനിയൻ്റെ കൈയും പിടിച്ച് ഓടേണ്ടി വരും. चटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. പിന്നെ അവൻ എന്താണ്, വളരെ വ്യാകുലനാണ്. ഈ അനിയൻ ഇങ്ങനെ പതുക്കെ നടക്കുന്നത് കാരണം അവന് സ്കൂളിൽ ചിലപ്പം ലേറ്റായി എത്തേണ്ടി വരും. അപ്പം വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഷിക്കായത്ത് കർത്താ പരാതിപ്പെടേണ്ടി വന്നു. മാ ചോട്ട ബഹുത്ത് പരേഷാൻ കർത്താ. അമ്മ എന്നെ ഈ ചെറിയവൻ വളരെയധികം വ്യാകുലനാക്കുന്നു. പരേഷാൻ എന്ന് പറഞ്ഞാൽ വ്യാകുലത. പരേഷാൻ കർത്താ ഹെ ചോട്ടാ ഹെന. അപ്പോൾ അമ്മ പറയുകയാണ്, ശ്രദ്ധിക്കും, ചോട്ടാ ഹെന, അവൻ ചെറുതല്ലേ. മാ മുസ്കുര ദേത്തി, അമ്മ എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിക്കും. ഓർ ബഡേ കോ തോ ചോട്ടാ കാ ധ്യാൻ രഖ്നാ ഹി പടുത്താ ഹെ. അപ്പം മൂത്തവന് ഇളയവന് ശ്രദ്ധിക്കേണ്ടി വരും എന്നമ്മ വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചട്ടുപ്പട്ട് ചുഞ്ചുലാത്ത പരുക്കുച്ച് കഹ് ന പാത്ത. അപ്പം ചട്ടുപ്പട്ട് ചുഞ്ചുലാത്ത, അപ്പോൾ ഒന്നും പറയാതെ അവന് ഇരിക്കേണ്ടി വരും. പരുക്കുച്ച് കഹ് നഹിം പാത്ത, അവൻ എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മയെടുത്ത് ഒന്നും പറയാതെ ഇരിക്കും.
ചോട്ടെ കാ ധ്യാൻ തോ ഉസെ രഖനാ ഹി താ. അപ്പം ഇളയവനെ ശ്രദ്ധിക്കേണ്ടി വരും അവന്, കാരണം അവൻ മൂത്ത ചേട്ടനാണല്ലോ. ലേക്കിൻ ഉസ് ലഗ്താ കി നട്ട്കെട്ട് കുച്ച് സ്യാദാ ഹി നട്ട്കെട്ട് ഹെ. അപ്പം അവൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഈ വികൃതി, ഈ ഇളയവൻ വളരെ വികൃതിയാണ്. സ്യാദാ ഹി നട്ട്കെട്ട് ഹെ, വളരെയധികം വികൃതിയാണ്. നട്ട്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നട്ട്കെട്ടിൻ്റെ അർത്ഥം വികൃതിയാണ്. रास्ता चलते रुक कर पोखर की पानी के अंदर ही मछलियाँ और पानी के ऊपर की बतखें देखने लगता है. रास्ता चलते, അപ്പം വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ രുക്കുക്കെ നിന്നിട്ട് പോക്കർക്കെ പാനിക്കെ അന്തർ, ആ കുളത്തിലുള്ള വെള്ളത്തിൻ്റെ അകത്ത്, പാനിക്കെ അന്തർ പാനിയുടെ അകത്ത്, വെള്ളത്തിൻ്റെ അകത്ത് കി മച്ചലിയാം, മച്ചലിയാം എന്താണ് മീൻ, മച്ചലിയാം ഒരു പാനിക്കെ ഊപ്പർ വെള്ളത്തിൻ്റെ മുകളിൽ ബതക്ക് താറാവ്, ബതക്കേം ദേക്കിനെ ലഗത്താ ഹെ. അപ്പം പോകുന്ന വഴിയിൽ ആ കുളത്തിൽ വെള്ളത്തിൻ്റെ അകത്ത് മീനിനെയും അതേപോലെ തന്നെ ആ മുകളിൽ ആ നീന്തി കളിക്കുന്ന താറാവിനെയൊക്കെ അവൻ നോക്കി നിൽക്കും. बरगद की ऊपर से नीचे आती जड़ें पकड़कर ചൂളിനെ ലഗ്താ ഹെ. ഇനി പോകുന്ന വഴിയിൽ ആൽമരം ഉണ്ടെന്ന് പറയുന്നത്, ആൽമരത്തിൻ്റെ ആ വേരുകൾ താഴോട്ട്, ജഡേം എന്ന് പറഞ്ഞാൽ വേരുകളാണ്. ബർഗത്ത് കി ഊപ്പർ സെ മുകളിൽ നിന്ന്, നീച്ചെ താഴെ, ആത്തി താഴോട്ട് വരുന്ന, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ജഡേം, ആ വേരുകൾ പക്കടുക്കർ പിടിച്ചിട്ട് ചൂളിനെ ലഗ്താ ഹെ. ചൂളിനെ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടും കേട്ടോ. ഇതൊക്കെയാണ് ചെറിയവൻ്റെ വികൃതികൾ. ഗേത്തുമയും ഗുസ്കർ ഖാനേക്ക് കോയി ചീസേം ഘോച്ചനെ ലഗ്താ ഹെ. ഇനി പോകുന്ന വഴിയിൽ വയലുണ്ടെന്ന് പറഞ്ഞാൽ ആ വയലിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് അവൻ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അവിടുന്ന് എടുക്കാറുണ്ട്. ഘോച്ചനെ ലഗ്താ ഹെ. ഘോച്ചന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കും, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിക്കാറുണ്ട്. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമരൂദ് തോടിനെ ലഗ്താ ഹെ. ഇനി തോട്ടം വഴി പോവുകയാണെങ്കിൽ മാങ്ങയോ, ആമെന്ന് പറഞ്ഞാൽ മാങ്ങ, അമരൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാതളം, അമരൂദ് എന്താണ്, പേരയ്ക്ക, അമരൂദ് തോടിനെ ലഗ്താ ഹെ. അപ്പം തോട്ടം വഴി പോകുമ്പോൾ മാങ്ങയോ പേരയ്ക്കയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതും അവൻ പറിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെയായിരിക്കും, ഗ്രാമത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ പോകുന്ന വഴിയിൽ അവർ കാണുന്ന വസ്തുക്കളൊക്കെ ഇതേപോലെ അവരും പെരക്കി എടുക്കാറുണ്ട്, പറിക്കാറുണ്ട്. മാങ്ങയും പേരയ്ക്കയൊക്കെ കാണുകയാണ് അല്ലേ, നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ട്. നാലേക്കോ ഉദർ സെ ഇധർ और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है. പിന്നെ പോകുന്ന വഴി ഓടയുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളം പോകുന്ന ചാല്, ആ ചാല് എന്ത് ചെയ്യും, ചാടിക്കിടക്കും. അതൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ചലാങ്ക് ലഗാന, ചലാങ്ക് കർണ എന്ന് പറഞ്ഞാൽ ചാടിക്കിടക്കുക, മനസ്സിലായില്ലേ. നദി കെ പുൽക്കോ, പുല്ലെന്ന് പറഞ്ഞാൽ ചെറിയ പാലത്തിനാണ് പുല്ലെന്ന് പറഞ്ഞത്. നദി കെ പുൽക്കോ ജൽദി സെ പാർ കർണേ കെ ബജായ് उसकी मुंडेर से टिक कर नीचे बहती नदी को निहारने लगता. അപ്പം ചെറിയ പാലമാണ്, ആ ചെറിയ പാലത്തിൻ്റെ കൈവരിൽ നിന്നുകൊണ്ട് അവ എന്ത് ചെയ്യും, ഒഴുകുന്ന നദിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ. ഏക് ദിൻ തോ, ഇനി ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ്, ശ്രദ്ധിക്കും. ഏക് ദിൻ തോ നട്ട്കെട്ടിനെ ഹദ് ഹി കർ ദി. एक दिन तो नटखट ने हद ही कर दी. दोनों भाई स्കൂൾ से लौट रहे थे. ഇനി ഒരു ദിവസം നമ്മുടെ രണ്ട് സഹോദരന്മാർ സ്കൂളിൽ നിന്ന് തിരികെ വരികയായിരുന്നു. ലൗട്ട് രഹേ थे, ലൗട്ടിന് തിരികെ വരിക. നദിക പുല്ലായ, അപ്പം വരുന്ന വഴിയിൽ നദിയിലുള്ള ആ പാലം, ചെറിയ പാലത്തിൽ എത്തിച്ചേർന്നു. തോ നട്ട്കെട്ട് പുൽ പർ ചടനേക്ക് ബജായ. അപ്പം നമ്മുടെ നട്ട്കെട്ട് എന്താണ്, ആ പാലത്തിൽ കയറാനുള്ളതാണ്. ബജായ് നീച്ചെ ഉദർ ഗയ, അവൻ താഴെ ഇറങ്ങി. നീച്ചെ ഉദർ ഗയ और നദി കെ കിനാരെ ജാ പहुंच. എന്നിട്ട് അവൻ എന്താണ്, ആ പാലത്തിൽ കയറാതെ നദിയുടെ തീരത്ത് പോയി. കിനാരെ എന്ന് പറഞ്ഞാൽ തീരത്ത്. ജാ പहुंच. बस्ते में पहले से बनाकर रगी हुई കാഗസ് കി ദോ നാവേം നിക്കലി. ഇനി അവൻ എന്ത് ചെയ്തു, ബാഗിൽ നിന്ന് മുമ്പ് ഉണ്ടാക്കി വെച്ച, സ്കൂളിൽ വെച്ച് ഉണ്ടാക്കിയതായിരിക്കും, അതിൽ ഉണ്ടാക്കിയ ഒരു തോണി, നാവ് എന്ന് പറഞ്ഞാൽ തോണി, വള്ളം. नावें निकाली और एक करके ബഹത്തെ പാനിമേയും ചൂടുതി. അപ്പം അവൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ വെള്ളം എടുത്ത് എന്ത് ചെയ്തു, ആ നദിയിൽ ഒഴുക്കി വിട്ടു. നാവേം ബഹ് ചലി. അപ്പം അവ ഉണ്ടാക്കിയ ആ ബോട്ട് മുന്നോട്ട് പോയി, ആ വെള്ളം മുന്നോട്ട് പോയി. തോ നട്ട്കെട്ട് ഗുഷ് ഹോക്കർ താലി ബച്ചാനെ ലഗ. അപ്പം ആ വെള്ളം ഇങ്ങനെ
അപ്പോൾ ആ വള്ളം മുന്നോട്ട്, ആ പേപ്പർ വെള്ളം, അതായത് പേപ്പറിൽ ഉണ്ടാക്കിയ ആ തോണി മുന്നോട്ട് ഒഴുകുന്നതിൽ അവൻ താലി ബജാനെ ലഗായ, അവൻ കൈകൊട്ടും. उधर पुल पर पहुंच चुके झटपट ने പീച്ചെ മുടുക്കർ ദേക്ക. അപ്പോഴത്തേക്ക് പാലം വരെ എത്തി, ആ ചെറിയ പാലം വരെ എത്തിയ നമ്മുടെ ആ ചേട്ടൻ ചട്പട്ട് തിരിഞ്ഞു നോക്കും. പീച്ചെ മുടുക്കർ ദേക്കാത്തോ നട്ട്കട്ട് നെഹിം ദിക്ക. അപ്പം നമ്മുടെ നട്ട്കട്ടിനെ ഒരിടത്തും കണ്ടില്ല. ചട്പട്ട് ഗബരായ ഗയെ, അവൻ എന്താണ് പരിഭ്രമിച്ചു. ഗബരായ പരിഭ്രമിക്കുക, മനസ്സിലായി. ഗബരായ ഗയാക്കി നട്ട്കട്ട് കഹാം ഗയ. അപ്പോൾ നട്ട്കട്ട് എവിടെ പോയി? അവൻ വ്യാകുലനായി. താലി ബജാനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേക്ക. അപ്പം കൈ കൊട്ടുന്ന ഒച്ച കേട്ട് അവൻ താഴെ നോക്കി. നീച്ചെ ദേക്ക തോ നട്ട്കട്ട് നീച്ചെ നദി കിനാരെ ഖട ദിക്ക. അപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്? ആ നദിയുടെ തീരത്ത് ഇരിക്കുന്നത് ചേട്ടൻ കണ്ടു. നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ സ്കൂൾ വിട്ട് നടന്നു പോകുമ്പോൾ ഇതേപോലെ പല വികൃതികളും കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലത്തെ ഒരു വികൃതിയായ ഒരു അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ആയിരിക്കും നിങ്ങൾ. ചട്ട്പട്ട് ഊപ്പർ ബെഡ ഗുസ്സ ആകയ. അപ്പോൾ ഇത് കണ്ടിട്ട് ചേട്ടന് വളരെയധികം, ചട്ട്പട്ടിന് വളരെയധികം ദേഷ്യം വരുന്നു. ഗുസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം. അയാൾ ജോർ സേ ചില്ലാക്കർ ബോല, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അരെ ചോട്ടെ തും വഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ. എടാ ചെറിയവനെ, എടാ ചെറുക്ക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചോട്ടെ തും വഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ, നീ അവിടെ താഴെ എന്താണടാ ചെയ്യുന്നത്? ദേഷ്യം വന്നു ആർക്ക്? ചട്ട്പട്ടിന്. നട്ട്കട്ടിനെ ചൗങ്ക് കർ ഊപ്പർ ദേക്ക. അപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ആരാണ് വിളിക്കുന്നത്? ചൗങ്ക് കർ, ചൗങ്കിന് ഞെട്ടുക, ഞെട്ടിയിട്ട് ഊപ്പർ ദേക്ക, മുകളിലോട്ട് നോക്കി. ഓർ നദി കിനാരെ രഖ അപ്പന ബസ്ത ഉഡാനെ കേലിയെ ചുക്ക. എന്നിട്ട് അവൻ എന്താണ്, ചേട്ടനാൾ വിളിക്കുന്നത് മനസ്സിലായി. എന്നിട്ട് എന്താണ്, നദിയുടെ തീരത്ത് വെച്ച് ബാഗ് പെട്ടെന്ന് എടുക്കുന്നു. അചാനക് ഉസ്ക പാവ് ഫിസല. അപ്പോൾ എന്ത് ചെയ്തു? അചാനക് പ്രതീക്ഷിക്കാതെ ഉസ്ക പാവ് എന്ന് പറഞ്ഞാൽ കാൽപാദം, കാൽപാദം. ഫിസല എന്ന് പറഞ്ഞാൽ വഴുതി കേട്ടോ. ഫിസല ഓർ വഹ് പാനിമേയും ഗിർപട. അപ്പോൾ നോക്കൂ, ചേട്ടൻ്റെ ഈ വിളി കേട്ട് പേടിച്ചവൻ എന്ത് ചെയ്തു? ബാഗും എടുത്ത് ഓടാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവൻ്റെ കാല് വഴുതി. എന്ത് ചെയ്ത് കാണും? എവിടെ വീണു? പാനിമേയും ഗിർപട, വെള്ളത്തിൽ വീണു, നദിയിൽ വീണു. പാനി കാ ബഹാവ് തേസ്ത. അപ്പം വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഓർ നട്ട്കട്ട് സ ചോട്ടാ ഹീത്തോ ദ ബഹ് രഹി. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ ചെറിയവൻ വെള്ളത്തിൽ വീണു, അവൻ ഒഴുകിപ്പോയി. ബഹ് ഗയ ഒഴുകിപ്പോയി. ഡൂബിനെ ഉധാറിനെ ദൂർ ജാനയിലൊക്കെ. അപ്പം മുങ്ങുന്നു, താഴുന്നു, അവൻ ദൂരെയായി. അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ എന്ത് ചെയ്യും? അനിയനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലെടുത്ത് ചാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നീന്താൻ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ചട്ട്പട്ട് എന്ത് ചെയ്തെന്ന് നോക്കാം. ചട്ട്പട്ട് തൈറിന് ആത്താത. ഭാഗ്യം, നമ്മുടെ ചട്ട്പട്ടിന് നീന്താൻ അറിയായിരുന്നു. തൈറിന് ആത്താത, തൈറിന എന്ന് പറഞ്ഞാൽ നീന്താൻ അറിയാമായിരുന്നു. ഉസ്നെ ചട്ട് अपना बस्ता पीठ से उतार कर पुल की मुंडेर पर रखा और नदी में कूद पड़ा. അവ എന്ത് ചെയ്തു? ചട്ടുപട്ടുക്കോ തൈറിന ആത്താത, നീന്താൻ അറിയായിരുന്നു. ഉസ്നെ ചട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി. അപ്പന ബസ്ത, തൻ്റെ ബാഗ്. പീട്ട് എന്ന് പറഞ്ഞാൽ മുതുക്. പീട്ട് സേ ഉദാർക്കർ അഴിച്ചു മാറ്റിയിട്ട്, ബാഗ് മുതുകിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട്, പുൽക്കി മുണ്ടേർ പെറ, ചെറിയ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ട്, മുണ്ടേർ പെറ രഗ ഒരു നദീമയും കൂതുപട. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? നദീമയും കൂതുപട, കൂതിനാന്ന് പറഞ്ഞാൽ ചാടുക, ആ നദിയിലോട്ട് എടുത്ത് ചാടി. ദൂടി ദൂർ तैरने के बाद ही उसने നട്ട്കട്ട് കോ പക്കട്ട് ലിയ. അപ്പം കുറേ ദൂരം നീന്തി പോയി അവസാനം നമ്മുടെ നട്ട്കട്ടിനെ അവൻ പിടിച്ചു. ഓർ കിനാരെ പർ ലേ ഗയ. അവനെ ഒരുവിധം കിനാരെ എന്ന് പറഞ്ഞാൽ തീരം, കിനാരെ പർ ലേ ആയ. ചട്ട്പട്ട് കോ ഇത്തനാ ഗുസ്സാ രഹാ താ കി നട്ട്കട്ട് കോ ദോ ചപ്പാട്ട് ലഗായെ. അപ്പോൾ അവന് വളരെ ദേഷ്യം വന്നു അല്ലേ, അനിയൻ കാണിച്ച ഈ വികൃതി. അപ്പോൾ അവൻ ചെയ്തു ദോ ചപ്പാട്ട് ലഗായ, 2 അടി വെച്ചു കൊടുത്തു. പർ നട്ട്കട്ട് ഇത്തനാ ഡര. പക്ഷെ നമ്മൾ നട്ട്കട്ട് പേടിച്ചു പോയി അല്ലേ, വെള്ളത്തിൽ വീണ് പോലെ. ഓർ ഘബരായ ഹുവാ ദാ. പിന്നെ അവൻ വളരെ എന്താണ്, ഘബരായ ഹുവാ, വ്യാകുലനായി. ഘബരായ ഹുവാ ദാ कि वे छोटे भाई पर प्यार आ गया. അപ്പോൾ അവനും അടിച്ചതും ചേട്ടന് എന്താണ്, ചെറിയ സഹോദരനോട്
ചോട്ടെ ഭായി പർ പ്യാർ ആ ഗയ. അപ്പോൾ ഞാൻ അടിച്ചു പോയല്ലോ, ആ ചെറിയ സഹോദരന് ചേട്ടന് സ്നേഹമുണ്ടായി. ഉസ്നെ നട്ട്കട്ട് കാ ഹാത്ത് പക്കട. അവൻ എന്ത് ചെയ്തു? ആ സഹോദരൻ്റെ നട്ട്കട്ടിൻ്റെ ഹാത്ത് പക്കട, കൈ പിടിച്ചു. പക്കടെ ഉസ്ക ബസ്ത ഉടായ. അവനെ പിടിച്ചിട്ട് അവൻ്റെ ബാഗ് എടുത്തു. ഒരു പുൽ തക്ക് പഹുഞ്ചാനെ വാലി ചടായി ചടനിലക. അപ്പം പാലം വരെ കയറാനുള്ള ആ ഭാഗം വരെ അവർ എത്തിച്ചേർന്നു. പുൽ പർ പഹുഞ്ച ഹി ദ. അപ്പം പാലത്തിലെത്തി. കി നട്ട്കട്ട് അചാനക് ഗല ഫട്ട് രോനയിലക. അപ്പം പാലത്തിൽ കയറിയപ്പോൾ നമ്മുടെ എന്താണ് നട്ട്കട്ട് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ചട്ടുപട്ടിനെ കഹ. ചട്ടുപട്ട് പറഞ്ഞു, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ. നീ ഇപ്പോൾ ഒഴുകി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? ഫിർ ക്യോം രോ രഹേ ഹോ. പിന്നെ നീ എന്തിനാണ് കരയുന്നത്? നീ ഒഴുകിപ്പോയില്ലല്ലോ, നിന്നെ ഞാൻ രക്ഷിച്ചല്ലോ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? നട്ട്കട്ടിനെ രോത്തെ കഹ. അപ്പം നമ്മുടെ നട്ട്കട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തും ഘർ ജാകർ മാസേ മേരി ശിക്കായത്ത് കരോങ്കെ. ആ ചേട്ടൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്നെ പറ്റി ചേട്ടൻ അമ്മയോട് പറയുമോ? ശിക്കായത്ത് പരാതിപ്പെടുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അവൻ കരഞ്ഞത് അല്ലേ? തും ഘർ ജാക്കർ. നീ വീട്ടിൽ പോയിട്ട് ജാക്കർ മാസേ അമ്മയോട് മേരി ശിക്കായത്ത്, എൻ്റെ പരാതി, എൻ്റെ തെറ്റ് കരോങ്കെ, എൻ്റെ തെറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് പരാതിപ്പെടുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അവൻ കരഞ്ഞത്. അഗർ നാ കരൂ തോ, ഇനി ചെയ്യരുത് എങ്കിൽ തോ ജോ കഹോ, ഇല്ലെങ്കിൽ പറയൂല. അപ്പം ഇനി ഇത് ആവർത്തിക്കില്ല. നട്ട്കട്ട് കരോന ബന്ദ് ഹോ ഗയ. അപ്പം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ നിർത്തി. മുझे കാഗസ് കി നാവ് ബനാന നഹി മാത്ത തും സിക്കാ ദേംഗെ. എനിക്ക് ഈ പേപ്പർ കൊണ്ട് വള്ളം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, നീ എനിക്ക് ഉണ്ടാക്കി തരുമോ? ഹാ ഉസ്മേ ക്യാ ഹേ. അതിനെന്ത്, ഞാൻ ഉണ്ടാക്കിത്തരാം. നട്ട്കട്ട് ഖുഷ് ഹോക്കർ പോലെ. അപ്പം അനിയന് സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം, ഞാൻ പഠിപ്പിച്ചു തരാം. നട്ട്കട്ട് ഖുഷ് ഹോക്കർ. അപ്പം ഇളയവൻ നട്ട്കട്ട് സന്തോഷത്തോടു കൂടെ പറഞ്ഞു. ഹോക്കർ ബോല പർ മുझे തൈർന നഹി മാത്ത. അപ്പം ഇളവൻ പറഞ്ഞു, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. തും സിക്കാതെങ്കെ, നീ എന്നെ പഠിപ്പിക്കുമോ? എന്നെ നീന്താൻ പഠിപ്പിക്കുമോ? ഹാ ഉസ്മേ ക്യാ ഹെ. അതിനെന്ത്, നിന്നെ പഠിപ്പിക്കാമല്ലോ. ചട്ടുപട്ടിനെ മുസ്കുരാത്തെ ഹുए നട്ട്കട്ട് കെ ശബ്ദവും കി നക്കൽ കി और दोनों भाई हंस पड़े. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ്, ചേട്ടൻ അനിയൻ്റെ സൗണ്ട് അനുകരിക്കുന്നു. നക്കൽ കർണ അനുകരിക്കുന്നു. അപ്പം രണ്ട് സഹോദരന്മാരും അതിൽ സന്തോഷിക്കുന്നു. അവർ ഉച്ചത്തിൽ ചിരിക്കുന്നു. ഭായി ഹസ് പടേ, അവർ ചിരിക്കുന്നു. ബഡേ ഭായി ദോനോ ഭായി ഹസ് പടേ. അപ്പം അവരെന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. ലേക്കിൻ ചട്ടുപട്ടിനെ നട്ട്കട്ട് കാ ബസ്ത उसे पकड़कर पुल की मुंडेर पर से अपना ബസ്ത ഉടായ. അപ്പം പാലത്തിലെത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചേട്ടൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാഗ് എടുക്കുന്നു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല. ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അരേ ചോട്ടെ ഹം ദോനോം കെ കപ്പടെ ഫേക്ക് ഗയേ ഹേ. അനിയ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുന്നു അല്ലേ? കപ്പടെ ഫേക്ക് ഗയേ ഹേ. ഫേക്കിന് നനയുക, ഫേക്ക് ഗയേ ഹേ. ഹമേം ഭീക്കെ കപ്പടേമേയും ദേക്ക് മാ പൂച്ചെങ്കി. അപ്പം നമ്മൾ നനഞ്ഞ ഡ്രസ്സോട് കൂടി കാണുകയാണെങ്കിൽ അമ്മ ചോദിക്കും, പൂച്ചെങ്കി ചോദിക്കും, തോ ക്യാ കഹെങ്കെ എന്ന് നമ്മൾ എന്തു പറയും? ഹാ ബഡേ അബ് നട്ട്കട്ട് നെ ഏക് പൽ സോച്ച ഓർ ബോല. അതെ അത് ശരിയാണ്. നട്ട്കട്ട് എന്ത് ചെയ്തു? ഒരു മിനിറ്റ് ചിന്തിച്ചിട്ട് പറഞ്ഞു. സോച്ചന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. സോച്ച ഓർ ബോല ആവോ ദൗഡ് ലഗാത്തെ. നമുക്ക് ഓടിയാലോ? കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ജായെങ്കിൽ. അപ്പോൾ ഓടുന്ന ആ സ്പീഡിൽ ആ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ഇരുന്ന് തന്നെ അങ്ങ് ഉണങ്ങിക്കോളും എന്ന് പറയുകയാണ്. സൂക്ക് ജായേഗെ. സൂക്ക് ജാന ഉണങ്ങും. ഹാ യഹ് ടീക്ക് ഹെ. അത് ശരിയാണ്. ചട്ടുപട്ടിനെ അപ്പന ബസ്ത പീട്ട് പർ ടാങ്കത്തെ ഹുയെ കഹ. അപ്പം ചട്ടുപട്ട് എന്ത് ചെയ്തു? ചേട്ടൻ തൻ്റെ ബാഗ് മുതുകിൽ തൂക്കിയിട്ട് പറഞ്ഞു, ടാങ്കിനെ തൂക്കുക. നട്ട്കട്ടിനെ ഭി അപ്പന ബസ്ത पीठ पर टांग लिया और चटपट के बराबर बड़े होकर दौड़ शुरू करने के अंदाजा में बोला.
एक दो तीन. അപ്പോൾ അത് ശ്രദ്ധിക്കും. നട്ട്കെട്ടിനെ ഭി അപ്ന ബസ്ത പേട്ട് पर टांगा. അപ്പം നട്ട്കെട്ട് എന്ത് ചെയ്തു? തൻ്റെ ബാഗ് തൻ്റെ മുതുകിൽ തൂക്കി और चटपट के बराबर बड़े होकर यानी चटपटिനെ പോലെ दौड़ शुरू करने के अंदाज में അപ്പോൾ ഓടാൻ പോകുന്ന രീതിയിൽ പറഞ്ഞു. ബോല അന്താസിന്റെ രീതി എമ്മയും ബോല പറഞ്ഞു. ഏക് ദോ തീൻ ദോനും ദൗഡ് പടേ 1 2 3 അവര് ഓടാൻ തുടങ്ങി. ആകെ പീച്ചെ നഹിം എന്നാ അവര് പുറകെ ഫ്രണ്ടിൽ അങ്ങനെയല്ല. ഏക് ദൂസരെ കാ ഹാത്ത് പകടെ സാത്ത് രണ്ടുപേരെയും കയ്യും പിടിച്ച് എന്ത് ചെയ്തു? ഓടി. മനസ്സിലായോ? അപ്പോൾ ഈ ചേട്ടൻ്റെ അനിയൻ്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണാം. സ്കൂളിൽ പോകുന്ന വഴി ഉണ്ടായിട്ടില്ലേ കൂട്ടുകാരെ? ഉണ്ടായി കാണാം. ഉറപ്പായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി കാണും. സർദിയാം അബി ഷുരു നഹിം ഹുയീദി. മഞ്ഞുകാലം. സർദിയാം എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം. സർദിയാം അബി ഷുരു നഹിം ഹുയീദി. മഞ്ഞുകാലമായില്ല. മൗസം സാഫുദ. അപ്പം കാലാവസ്ഥ വളരെ എന്താണ് ക്ലിയർ ആയിരുന്നു. ചട്കീലി ധൂപ് നികലി ഹുയീദി. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. ദോനും ഭായി മസേമയും ദൗഡത്തെ ചലേ. അപ്പം രണ്ടുപേരും എന്താണ് ഓടി. മസേമയും സന്തോഷത്തിൽ ഉത്സാഹത്തോടു കൂടി നാല പാർക്ക് അങ്ങനെ ഓടി. അവർ ആ ഓട കടന്നു, ആ ചെറിയ ചാല് കടന്നു. ബാഗ് പാർക്ക് ചെയ്യുക, പിന്നെ അവർ ആ തോട്ടം കടന്നു. ഓടി ഗേത്ത് പാർക്ക് ചെയ്യുക, പിന്നെ വയലും കടന്നു പോയി. ബർഗത്ത് കോഭി പീച്ചെ ചോടിയ. ബർഗത്തിനെയും പുറകിലാക്കി അവർ മുന്നോട്ട് ഓടിപ്പോയി. ലേക്കിൻ പോക്കർ തക്ക് പഹുഞ്ച് ദോനും ദക്ക് ഗയെ. അപ്പം ആ ചെറിയ കുളത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ താലാബിൻ്റെ അടുത്തെത്തിയപ്പോൾ രണ്ടുപേരും ക്ഷീണിച്ചു പോയി. ദോനും ദക്ക് ഗയെ. ദക്കിനാന്ന് ക്ഷീണിക്കുക. ദക്ക് ഗയെ ഓരോ രുക്കുകയെ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? കുറച്ച് നേരം അവിടെ നിന്നു. കപ്പടെ സൂക്കുകയെ. അപ്പം ഒരുവിധം അവരുടെ വസ്ത്രം ഉണങ്ങി. കപ്പടെ സൂക്കുകയെ. ചോട്ടെ ചട്ടുപട്ടിനെ ഹാംഫുത്തെ ഹുയെ ലേക്കിൻ ഗുഷ് ഹോത്തെ ഹുയെ കഹ. അപ്പം തന്നെ ചോട്ടെ ചട്ടുപട്ടിനെ. അപ്പം ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് മുതിർന്നവൻ ഇങ്ങനെ കിതക്കുകയാണ്. ഹാംഫുനാന്ന് പറഞ്ഞാൽ കിതക്കുക. ഹാംഫുത്തെ ഹുയെ കിതച്ചു. ലേക്കിൻ എന്നാൽ ഗുഷ് ഹോക്കർ കിതക്കുകയാണ്. എന്നാൽ സന്തോഷമുണ്ട്. ഗുഷ് ഹോത്തെ ഹുയെ കഹ. സന്തോഷം ഉണ്ടായി. എന്നിട്ട് അവൻ പറഞ്ഞു, हाँ बड़े वाकई कपड़े तो सूख गए. ഇപ്പോൾ നമ്മുടെ വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. നട്ടുകെട്ടിനെ ഭി ഗുഷ് ഹോക്കർ കഹ. അപ്പം നമ്മുടെ ഇളയവൻ നട്ടുകെട്ടും സന്തോഷിക്കുന്നു, പറയുകയാണ്. തബി നട്ടുകെട്ട് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കിനി ഗിറ്റി ദിക്കായി പടി. അപ്പോൾ എന്താണ് അവന് ആ കുളത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു കല്ല് കിട്ടുന്നു. ഗിറ്റി ദിക്കായി പടി. നട്ടുകെട്ടിനെ ഉസെ ഉഡാലിയ. അവൻ എന്ത് ചെയ്യുന്നു? അത് എടുക്കുന്നു. ഉഡാലിയ ഓർ തിരിച്ച് ഹോക്കർ ഉസെ ഇസ് തരഫേങ്ക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ആ കല്ലിനെ എന്ത് ചെയ്യുന്നു? ആ താലാബ കുളത്തിലോട്ട് എറിയുന്നു. ഫേങ്കിനാന്ന് പറഞ്ഞ് എറിയുക. ഗിഡി പാനിക്ക് സദഹ് पर ഉജൽത്തി ഹുയി ദൂർ തക്ക് ചലി ഗയി. നമ്മളിങ്ങനെ കല്ല് എറിയാറുണ്ട് വെള്ളത്തിലോട്ട് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് ആ കല്ലിങ്ങനെ ചാടി ദൂരെ പോയി വീഴുന്നു. ഗിഡി ഉഡാക്കർ फेंक दी लेकिन उसकी गिड्डी एकदम पानी में गुडूब हो गई. ചിലപ്പോൾ എറിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പോകും. ചിലപ്പോൾ കുറച്ച് ദൂരം മുകളിൽ കൂടെ സഞ്ചരിച്ച് അത് മുങ്ങാറുണ്ട്. ദേക്കി ചട്ടുപട്ട് നേഭി ഏക്ക് ഗിഡി. അപ്പം അനിയൻ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ചട്ട്പട്ട് എന്ത് ചെയ്യുന്നു? ചേട്ടൻ എന്ത് ചെയ്യുന്നു? അവനും ഒരു ചെറിയൊരു കഷ്ണം കല്ലെടുക്കുന്നു. ഉടാക്കർ ഫേങ്കതി എറിയുന്നു. ലേക്കിൻ ഉസ്കി ഗിഡി. അവൻ്റെ ആ ചെറിയ കല്ല് എന്ത് ചെയ്യുന്നു? ഏകദം പാനിമയും ഗുഡൂബ് ഹോ ഗയി. ഗുഡൂബ് ഹോന്ന് താന്നു പോവുക. ബെഡെ തുംകോ ഗിഡി പൈരാന നഹി മാത. അപ്പം എന്താണ്?
ചേട്ടന് ബെഡേ തുംകോ തുംകോ അപ്പം ചേട്ടനടുത്ത് പറയുന്ന ചേട്ടൻ ഇപ്പം ഇങ്ങനെ കല്ല് ഇങ്ങനെ എറിയാൻ നെഹിമാത്ത ഹാ ചോട്ടെ തും സിക്കാ സക്തോ ഹേ. അപ്പം അനിയനടുത്ത് പറയുന്നത് എനിക്ക് അങ്ങനെ എറിയാൻ അറിഞ്ഞൂടെ, നീ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എറിഞ്ഞ കല്ല് താഴ്ന്നു പോയി എന്ന് പറയുന്നത്. ക്യോം നെഹിം എന്തുകൊണ്ടില്ല, അബി ലോ ഇപ്പം തന്നെ നമുക്കത് ചെയ്താലോ. നട്ടുകെട്ടിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ ഏക്ക് ഗിഡ്ഡി ഉടായ. അപ്പം നമ്മുടെ നട്ടുകെട്ട് എന്ത് ചെയ്യുന്നു, വളരെ ശ്രദ്ധിച്ച് ധ്യാൻ സെ ശ്രദ്ധിച്ച് നീച്ചെ ദേക്കർ താഴെ നോക്കിയിട്ട് ഏക്ക് ഗിഡ്ഡി ഉടായ ഒരു ചെറിയൊരു കല്ലെടുക്കുന്നു. ഓർ ചട്ടുപട്ടുക്കോ ദിക്കാത്തേ ഹുയെ ചട്ടുപട്ടിനെ കാണിച്ചുകൊണ്ട് ദിക്കാത്തേ ഹുയെ ബോല കാണിച്ചിട്ട് പറഞ്ഞു ഗിഡ്ഡി ऐसी लो കല്ല് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ പിടിക്കണം. ലോ ജോ സ്യാദ ഭാരി ഓർ ഗുദ്ഗുദി നാഹോ എന്നാൽ അതെന്ത് ചെയ്യുന്ന നല്ല ഭാരമുള്ളതാവാൻ പാടില്ല, അത് താഴ്ന്നു പോകാനും പാടില്ല. ഹൽക്കി എന്ന് പറഞ്ഞാൽ പതുക്കെ സ്ലോലി, ഹൽക്കി ഓർ ചിക്കിനി ഹോ അത് വളരെ ഭാരം കുറഞ്ഞതും നല്ല സോഫ്റ്റ് ഉള്ളതും ചിക്കിനി ഓർ ഉസെ ഇസ് തരം ഫേങ്കോ എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയുക. ലേക്കിൻ അബ് തക്ക് ചട്പട്ട് കാ ധ്യാൻ ബാണ്ട് ചുക്കാത. അപ്പം അങ്ങനെ ആണ് ചെയ്യാനുള്ളതെന്ന് എന്ത് ചെയ്യുന്നു, ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. ബാണ്ട് ചുക്കാത പറഞ്ഞു കൊടുക്കുകയാണ്. വഹ് പോക്കർക്കെ പാനി പർ തൈർത്തി ബതക് കോ ധ്യാൻ സെ ദേഖ് രഹാദ. പിന്നെ അവരെന്ത് ചെയ്യുന്നു, ആ കുളത്തിൽ കൂടി നീന്തുന്ന താറാവിനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ കഥ. വളരെ മനോഹരമായ കഥയാണ്. ഒരു അനിയൻ്റെയും ചേട്ടൻ്റെയും സ്നേഹത്തിൻ്റെ കഥയാണ്. അവർ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ്. കൂട്ടുകാർക്കും ഇതേപോലത്തെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി കാണും. അപ്പോൾ സ്കൂളിൽ അനിയന്മാരെ കൊണ്ടുപോകുന്ന ചേട്ടന്മാർ ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. അവരൊരിടത്തും വഴുതി വീഴാതെ മറിഞ്ഞു വീഴാതെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. ചേട്ടൻ ഒരു മുതിർന്ന ചേട്ടനാണല്ലോ അനിയനെ ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ അനിയനും ആ ചേട്ടനെ സഹായിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ പഠിച്ച ചട്പട്ട് നട്ട്കട്ട് എന്ന കഥ മനസ്സിലായി കാണും. അപ്പോൾ കൂട്ടുകാർ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കഥാരൂപത്തെ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് കഥ നല്ല രീതിയിൽ മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.